20 വർഷമായി വിവാഹം കഴിഞ്ഞിട്ട്. ഭർത്താവ് ഗൾഫിലാണ്. വർഷത്തിൽ 2 മാസം ലീവായിരുന്നു. വിവാഹം കഴിഞ്ഞ് 2 മാസം നിന്ന് പോയി. പിന്നെ 2 വർഷം കഴിഞ്ഞാണ് വന്നത്. പിന്നീട് കുറച്ചുകൂടി ഭേദപ്പെട്ട ജോലി കിട്ടി. ചുരുക്കത്തിൽ 20 വർഷത്തിൽ പലപ്പോഴായി ആകെ വീട്ടിൽ നിന്നത് 3 വർഷവും 8 മാസവും മാത്രമാണ്. ഭർത്താവിൻ്റെ കൂടെയുള്ള ജീവിതം എന്തെന്ന് ഞാൻ അറിഞ്ഞത് എന്തെന്നറിഞ്ഞത് ഇത്ര സമയം മാത്രമേ ഉള്ളൂ. അതിൽ 5 മക്കളെയും തന്നു. അള്ളാഹു അനുഗ്രഹിച്ചു. അൽഹംദുലില്ലാ. ഉമ്മയെ ആദ്യം ഉംറക്ക് കൊണ്ടുപോയി. ശേഷം ഞാനും മക്കളും പോയിരുന്നു. ഇപ്പോൾ വീടായി. സുഖവും ദുഃഖവും പ്രയാസങ്ങളും കടങ്ങളും എല്ലാം ഒറ്റക്കാണ് നോക്കിയത്. ഈ കുടുംബത്തിൻ്റെ ഭാരം മുഴുവൻ ഒറ്റക്ക് നടത്തി. ഉമ്മയും 5 മക്കളും അവരുടെ പ്രസവവും വളർച്ചയും പഠനവും രോഗവും ആശുപത്രിയും അങ്ങനെ എല്ലാം വളരെ വിശദമായിട്ട് തന്നെ ഇവർ എഴുതുന്നുണ്ട്. എല്ലാം ശരിയാവുമെന്ന് പ്രത്യേകിച്ച് റബ്ബിൽ തവക്കൽ ചെയ്ത് 20 വർഷം. ഇപ്പോൾ മനസ്സിൽ മടുപ്പ് വന്നു. പ്രതീക്ഷ നഷ്ടപ്പെട്ടു. വയസ്സ് കൂടി. പ്രാരാബ്ദങ്ങളും. പിന്നെ ഭർത്താവാണ് വീട്ടിലെ ഏറ്റവും ചെറിയ മകൻ. വേറെ ഒരു ജ്യേഷ്ഠൻ 2 സഹോദരിമാരുണ്ട്. അമ്മായിമ്മ മരുമകൾ പ്രശ്നമായിരുന്നു. ഞാൻ വരും മുമ്പേ പിന്നീട് എന്നോടായി. പക്ഷേ ഭർത്താവിന് ഉമ്മ ജീവനാണ്. എന്നോട് സ്നേഹമാണ്. ഭർത്താവ് നാട്ടിൽ 28 ദിവസത്തിൽ ലീവിന് വരുമ്പോൾ ഉമ്മക്ക് ഇല്ലാത്ത പരാതികൾ, എന്നെക്കുറിച്ച് ഒരുപാട് പരാതികൾ അവരോട് പറഞ്ഞു കൊടുക്കും. എൻ്റെയും മക്കളെയും ഭർത്താവ് നോക്കുന്നത് ഉമ്മക്ക് കണ്ടുകൂടാം. എങ്ങോട്ടെങ്കിലും പോവുകയാണെങ്കിൽ അതിൽ ഉമ്മ ഇടപെടും. ആകെ നീ ഇത്ര ചുരുങ്ങിയ ലീവിന് വന്നിട്ട് അവരിട്ട് ഇങ്ങനെ കറങ്ങി നടക്കണോ? എന്തായിരുന്നാലും ഇങ്ങനെയൊക്കെ വരുന്ന സമയത്തല്ലേ മക്കൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. എന്നിട്ട് അവസാനം ഇവർ ഇതെല്ലാം പറഞ്ഞിട്ട് ഒരു ഗൾഫിൽ പോയിട്ട് എനിക്ക് കുറച്ച് നേരം നിൽക്കണം എന്ന് ആഗ്രഹമുണ്ട്. അങ്ങനെ ഞാൻ ആഗ്രഹിക്കുകയും ഭർത്താവിനോട് പറയുകയും ചെയ്ത് കഴിഞ്ഞാൽ അതൊരു തെറ്റാവും. എനിക്ക് മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒരുപാട് അസുഖങ്ങളായി. ഞാനത് ചോദിക്കുന്നതിൽ ഗൾഫ് കൊണ്ടുപോകണമെന്ന് പറയുന്നത് തെറ്റുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. പിന്നെ മനസ്സിൽ വല്ലാത്ത നിരാശയുണ്ട്. മക്കൾ വേറെ ഉണ്ട്. 20 വർഷം. എന്നിട്ട് അവസാനം ഇവർ ലാസ്റ്റ് പറയാൻ 2-3 പ്രാവശ്യമായിട്ട് ഇവർ ആവർത്തിച്ചിട്ടുണ്ട് ഈ ചോദ്യം. വളരെ ഗൗരവപൂർവ്വം ഇതിനൊരു മറുപടി തരണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് ഒരാളെയും വേദനിപ്പിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ എനിക്കും വേണ്ട ഒരു ജീവിതം. 20 വർഷത്തോളം കല്യാണം കഴിഞ്ഞിട്ടും ആകെ ഇത്ര മാത്രമേ എനിക്ക് എൻ്റെ ഹസ്ബൻഡിന് കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ അതിനൊരു വ്യക്തമായൊരു ദീനി പരിഹാരം, ഒരു നല്ല ജീവിതം എനിക്ക് വേണം. എന്നിട്ട് ഇവർ പറയുന്നത് എൻ്റെ ജീവിതം ഒരു മൃഗത്തിൻ്റെ ജീവിതം പോലെയാണ്, എന്തിനാണ് എൻ്റെ വിവാഹം കഴിപ്പിച്ചത് എന്ന് പോലും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. എൻ്റെ ഉമ്മയും തന്നെയാണ് ഇപ്പോഴും എൻ്റെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടത്. അവർ വിവാഹം കഴിച്ചിട്ടില്ലായിരുന്നുണ്ടെങ്കിൽ അവരെ നോക്കിയിട്ട് അവിടെ നിന്നാൽ പോയിരുന്നില്ല. ജീവിതം ഒരു മൃഗം നക്കിയതുപോലെ എന്നൊക്കെ പറഞ്ഞിട്ടാണ് എനിക്ക് ഇവർ അവസാനിപ്പിക്കുന്നത്. ഇതൊക്കെ ഒരു പ്രവാസിയുടെ ഭാര്യയുടെ സങ്കടങ്ങളാണ്. അതായത് പ്രവാസ ജീവിതം എന്നുള്ളത് നമ്മുടെ നാട്ടിലുള്ള ഒരു പൊതുവായ സംഗതിയാണ്. എല്ലാ പ്രവാസികളുടെ ഭാര്യമാരും അനുഭവിക്കുന്ന ഒരു പ്രതിസന്ധിയാണ്. അപ്പൊ ഇതിലിപ്പോ നമുക്ക് പറയാൻ പറ്റുന്നത്, ഇവര് ഭർത്താവിന്റെ കൂടെ പോകാൻ ആഗ്രഹിക്കുന്നതോ അല്ലെങ്കിൽ ഭർത്താവ് ഇവരെ കൊണ്ടുപോകുന്നതിലോ ഒന്നും ഒരു പ്രശ്നമില്ല. ഇപ്പോൾ ഭർത്താവിന്റെ ഉമ്മ ഉണ്ട്, ഇവർ ചെറിയ മകൻ തന്നെ ആയിക്കോട്ടെ, എന്ത് ചെയ്യാം, തൽക്കാലം എന്ത് ചെയ്യാം, ശാശ്വതമായി കൊണ്ടുപോകാന്നൊന്നും പറയണ്ട. ഒരു വിസിറ്റിന് കൊണ്ടുപോകണ പോലെ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യാം, അതൊന്നും അങ്ങനെ നീട്ടി അപ്പൊ തൽക്കാലം എന്ത് ചെയ്യാം, നമ്മൾ ഇങ്ങോട്ട് തന്നെ വരും എന്ന് പറഞ്ഞ് എന്ത് ചെയ്യാം, ഉമ്മനെയൊക്കെ ഒരു സ്വസ്ഥമായ സ്ഥലത്ത് ജ്യേഷ്ഠന്റെ അവിടെയൊക്കെ നിന്ന് കുറച്ചും പാടെ നിൽക്കുക, മാറി നിൽക്കുക. അങ്ങനെ എന്ത് ചെയ്യാം, ഭർത്താവിന്റെ കൂടെ താമസിക്കാവുന്ന സാഹചര്യങ്ങൾ ഉമ്മാക്കും ഒന്നും ബുദ്ധിമുട്ടില്ലാതെ ഉണ്ടാക്കാം. അതിനൊന്നും ഒരു ഇസ്ലാമിലൊരു തടസ്സമില്ല ഭർത്താവിന്റെ കൂടെ ജീവിക്കാൻ. പിന്നെ ഈ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവര് സംരക്ഷിക്കാൻ ഏറ്റവും ബാധ്യത ഉള്ളത് ഭർത്താവിനെയാണ്. ഭർത്താവിന് സേവനങ്ങൾ ചെയ്യലാണ് ഭർത്താവിന്റെ ഉമ്മക്ക് സേവനങ്ങൾ ചെയ്യുന്നതിനേക്കാളും അവർക്ക് ഏറ്റവും ബാധ്യത ഉള്ളത്. അത് കഴിഞ്ഞിട്ടേ ഉമ്മക്കുള്ള സേവനങ്ങൾക്ക് ബാധ്യതയുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഒരു ഭാര്യനെ എന്ത് ചെയ്യാണ്, ഉമ്മക്ക് സേവനം ചെയ്യണോ ഭർത്താവിന് സേവനം ചെയ്യണോ സംശയം ഭർത്താവിന് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാണ്, അവർക്ക് ഏറ്റവും കടപ്പെട്ടത് ഭർത്താവ് ആയതുകൊണ്ട് ഭർത്താവിന് സേവനം ചെയ്യാൻ അവസരം ഉണ്ടാക്കുന്നതിന് ഇസ്ലാമികമായ ഒരു തടസ്സമല്ല. പക്ഷേ നമ്മുടെ നാട്ടിലെ സമ്പ്രദായം ഇതാകുന്നത് കൊണ്ട് ഉമ്മനെ എന്ത് ചെയ്യണം, അത് മനസ്സിലാക്കി കൊടുക്കണം എന്നുള്ളതേ ഉള്ളൂ പ്രശ്നമുള്ളൂ. പക്ഷെ നമ്മളതോടൊപ്പം നമ്മൾ പറയുന്നത് എന്താ വെച്ചാൽ, ഇവരങ്ങനെ ഒരു നിരാശയിലേക്ക് പോകേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ പലപ്പോഴും ചിന്തിക്കണം എന്താ വെച്ചാൽ, ജീവിതത്തിൽ അവസരങ്ങളും സമയങ്ങളും ഒക്കെ അള്ളാഹു ആയുസ് കൊടുക്കുകയാണെങ്കിൽ ഇനിയും കുറേ ഉണ്ട്. മനസ്സിലായില്ലേ? ചിലപ്പോൾ ഇനി അയാളൊന്ന് നാട്ടിൽ തിരിച്ചു വരുമ്പോൾ കുട്ടികളൊക്കെ ഓരോ വഴിക്ക് ആയിട്ടുണ്ടായിരിക്കും. അവർക്ക് സ്വസ്ഥമായി വേണമെങ്കിൽ 2 പേർക്കും പരമാവധി സമയമെടുത്ത് ഒന്നിച്ച് ജീവിക്കാൻ നാട്ടിൽ അവസരം ഉണ്ടാകും. ചിലപ്പോൾ ഇനി ഗൾഫ് പോകാന്ന് പറഞ്ഞാൽ അത് ആരെയും ബാധിക്കൂല. മക്കളൊക്കെ ഓരോ വഴിക്ക് എത്തിക്കഴിഞ്ഞാൽ ഓരോ വഴിക്ക് പോയാൽ സുഖമായിട്ട് വേണം ജീവിക്കാം. അപ്പോൾ അവർക്ക് ഇനിയും അവസരങ്ങളും സന്ദർഭങ്ങളും സമയങ്ങളും ഒക്കെ ഉണ്ട്. ഞാൻ പലപ്പോഴും ഇത്തരം സഹോദരിമാരോട് പറയും, നമ്മളെപ്പോഴും നമ്മുടെ ഭാഗത്തു നിന്നാണ് ചിന്തിക്കുക. എനിക്കാകെ 3.25 വർഷമേ കിട്ടിയിട്ടുള്ളൂ, ഞാൻ ഭർത്താവിൻ്റെ കൂടെ നിന്നിട്ടില്ല, എൻ്റെ ആയുസ് മുഴുവൻ ഞാൻ അധ്വാനിച്ച് കളഞ്ഞു എന്നൊക്കെ പറയും. നമ്മൾ അതേ സമയത്ത് എന്ത് ചെയ്യണം, ഭർത്താവിന്റെ ഭാഗത്ത് ചിന്തിക്കണ്ടേ? ഈ നഷ്ടമൊക്കെ അയാൾക്കില്ലേ? അയാൾ 20 കൊല്ലത്തിൽ എത്ര വർഷം ഭാര്യ ഭർത്തൃബന്ധം നയിച്ചു? ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, സ്ത്രീയെക്കാളും അനിവാര്യതയാണ് ഒന്നിച്ച് ജീവിക്കൽ. പക്ഷെ അത് മാറ്റി വെക്കണുണ്ടല്ലോ. അപ്പൊ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഇവൾക്ക് എന്തെങ്കിലുമൊക്കെ വന്നോട്ടെ, എനിക്കല്ലല്ലോ എന്ന നിലക്കല്ല അത്. 2 പേർക്കും ഒരുപോലെയാണുള്ളത്. പിന്നെ ഒരു പക്ഷെ വേണമെങ്കിൽ പറയാം, ഞാൻ ഈ കുട്ടികളെയൊക്കെ നോക്കണില്ലേ, അയാൾക്കാ പ്രശ്നമില്ലല്ലോ. അവിടെ നമ്മൾ മനസ്സിലാക്കണം വെച്ചാൽ, കുട്ടികളെ കൂടെ കിട്ടുന്നു എന്നുള്ളൊരു ഭാഗ്യമുണ്ടല്ലോ. അയാൾക്ക് സ്വന്തം കുട്ടികളെ എന്ത് ചെയ്യുന്നില്ല, താലോലിക്കാനും ഇതാക്കാനും കിട്ടണില്ല. അതൊരു അവസ്ഥയാണ്. അപ്പോൾ നമ്മൾ ഏത് വശത്തിലൂടെ ചിന്തിച്ചാലും
നമ്മൾ മാത്രം കഷ്ടപ്പെട്ടു എന്ന് പറയാൻ പറ്റുള്ളൂ. പിന്നെ ഇപ്പോൾ ഒരു വീടുണ്ടായി, അതെ. അതിങ്ങനെ ആകുമ്പോഴേ ഉണ്ടാവുള്ളൂ. അപ്പൊ ഇനിയുള്ള സന്ദർഭത്തിൽ പരമാവധി എന്താണ്, ഒന്നിച്ചാവാൻ എന്തൊക്കെ അവസരങ്ങളുണ്ടെന്ന് നോക്കുക, അത്രേ പ്രശ്നമുള്ളൂ. ഇതുവരെ അധ്വാനിച്ചതോ ഇതുവരെ നഷ്ടപ്പെട്ടതിലൊന്നും എന്തില്ല, വിഷമിക്കേണ്ടതില്ല. നമ്മൾ കുടുംബത്തിന് വേണ്ടി കൊടുക്കുന്ന സദക്കയാണ് ഏറ്റവും വലിയ സദക്ക എന്ന് പറയുന്നുണ്ട്. മനസ്സിലായി? ഒരു 2 പെൺകുട്ടികളെ നോക്കി വളർത്തിയാൽ സ്വർഗം കിട്ടുമെന്ന് പറയുന്നത്. അപ്പൊ ഇവർ ചെയ്ത അധ്വാനങ്ങളൊക്കെ വെറുതെ ആയി എന്ന് ചിന്തിക്കരുത്. അതിനൊക്കെ നാളെ പരലോകത്ത് വലിയ റിസൾട്ട് ഉണ്ടാകും. ഇത് ഭർത്താവിന് ചെയ്യുന്ന അനുസരണമാണ്, അത് സ്വർഗം കിട്ടാനുള്ള ഒരു കാരണമാണ്. മക്കളെ വളർത്തുമ്പോൾ, ദീനിയായി വളർത്തുമ്പോൾ അവരെ നമുക്ക് പ്രാർത്ഥിക്കാനും നമുക്ക് അനന്തരാവകാശികളായിട്ടുള്ള ആൾക്കാരാണ്, അതിന്റെ ഗുണം ഉണ്ടായിരിക്കും. ഉമ്മാനെ നോക്കുമ്പോൾ ഭർത്താവിന്റെ നോടുള്ള കടമ എന്നുള്ള ഉമ്മനെ നോക്കുമ്പോൾ അതിന് പ്രതിഫലങ്ങൾ ഉണ്ടായിരിക്കും. ഒന്നും നഷ്ടപ്പെട്ടു പോകില്ല. അവർ ആത്മാർത്ഥമായി ആഗ്രഹിച്ചാൽ ഈ നഷ്ടങ്ങളെ മുഴുവനും തിരിച്ചു പിടിക്കാനുള്ള ആയുസ്സും സമയവും ആരോഗ്യവും അള്ളാഹു നൽകട്ടെ, അവസരം ഉണ്ടാട്ടെ എന്ന് പ്രാർത്ഥിക്കാം.